പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മൂല്യം കുറയുകയല്ല, നമ്മുടെ മൂല്യം കൂടുകയാണെന്ന് മറക്കരുത്. അതുകൊണ്ടാണല്ലോ ഈ ഹെൽത്ത് ഇൻഷുറൻസുകാർ പ്രായം കൂടിയവരുടെ പ്രീമിയത്തിന് കൂടുതൽ പണം വാങ്ങുന്നത്. അറിയില്ല എങ്കിൽ ചിന്തിച്ചു നോക്കുക. മനുഷ്യരൊക്കെ വാർദ്ധക്യത്തെ ഭയക്കുന്നു എന്നതാണ് വാസ്തവം. റിട്ടയർ ആകുവാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ പലരും ആകെ പരിഭ്രമത്തിലാകും. വാർദ്ധക്യമെന്നാൽ രോഗത്തിൻ്റെ സമയമാകുന്നു എന്നൊരു തെറ്റിദ്ധാരണ എല്ലാവർക്കുമുണ്ട്. അങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അനേകരും ഒതുങ്ങിക്കൂടുവാൻ ആരംഭിക്കും. അവർക്കതുവരെ ഉണ്ടായിരുന്ന നിശ്ചയദാർഢ്യം പോയിട്ട് ആകെ ലക്ഷ്യമില്ലാത്തതുപോലെ ആകും. നർമ്മബോധം പോയിട്ട് വിരസമായ സംസാരങ്ങളിലേക്ക് വഴുതി വീഴും. ഒരു പങ്ക് സംസാരം അങ്ങ് തീരെ കുറയും, യാത്ര കുറയും, വായന കുറയും, എന്തിനധികം ചിന്താശീലം പോലും ഇല്ലാതാകും. ഈ പറയുന്നവർക്ക് പണമില്ലാത്തതിനാലോ ആരോഗ്യമില്ലാത്തതിനാലോ അല്ല എന്നോർക്കണം. പിന്നെയോ ഞാൻ പറയാം, ലക്ഷ്യമില്ലാത്തതിനാൽ. തീർന്നു എന്നൊരു ചിന്ത എവിടെയോ മനസ്സിൽ കയറിക്കൂടി. അത് അനുവദിച്ചുകൂടാ. നിങ്ങൾ വിലപ്പെട്ടവരാണ്. നിങ്ങൾക്ക് ചെയ്യുവാൻ ഇനി വേറെ കാര്യങ്ങളുണ്ട്, മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. പിടിച്ച് കയറുവാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ ഞാൻ ചില കാര്യങ്ങളൊന്ന് അഭിപ്രായപ്പെട്ടോട്ടെ. ഒന്ന്, ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. മനുഷ്യരുമായുള്ള ബന്ധം സജീവമാക്കുക. നിങ്ങളുടെ സമയവും അനുഭവങ്ങളും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഈ സമൂഹ മാധ്യമങ്ങൾ മാത്രം നോക്കിയിരിക്കാതെ പുസ്തകങ്ങൾ വായിക്കുക. എന്നും വ്യായാമം ചെയ്യുവാൻ മറക്കരുത്. ജീവിതം ആസ്വദിക്കുക. ചിരിക്കാൻ മറക്കരുത്. സ്ഥിരമായി വെളിയിൽ പോകുവാൻ നിർബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുക. ഡോക്ടർ പറയുന്നതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക. മുഷിച്ചിൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എന്നും ആരെയെങ്കിലും ഒരാളെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നത് നിർത്തുക. ഇനിയും ഒരു പൂന്തോട്ടമോ ഒരു കൃഷിത്തോട്ടമോ ഉള്ളത് നല്ലതാണ്. അസാധ്യമായത് സാധ്യമാക്കി തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം കൂടെയുണ്ട്. അത് മറക്കരുത്. ദാവീദ് തൻ്റെ അനുഭവം വിവരിക്കുന്നത് 71 സങ്കീർത്തനത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വായിക്കുക. ആ അനുഭവങ്ങൾ നിങ്ങൾക്കുമാകാം. 69 സങ്കീർത്തനം വരെയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് 70 സങ്കീർത്തനം മുതൽ നാം പഠിക്കാൻ പോവുകയാണ്. 73 സങ്കീർത്തനം വരെ നാം പഠിക്കുന്നതാകും. ആ ഭാഗങ്ങളൊക്കെ വായിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. എല്ലാം വിശദീകരിക്കുവാൻ സമയമില്ല. അതുകൊണ്ട് ആ ഭാഗം എടുത്താട്ട് 70 സങ്കീർത്തനം. സങ്കീർത്തനം വരെയാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. 69 സങ്കീർത്തനം നമ്മുടെ കർത്താവിൻ്റെ ഈ ഭൂമിയിൽ താൻ ചെലവഴിച്ച നിശബ്ദ വർഷങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ 30 വർഷത്തെ കുറിക്കുന്നതാകുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. 70 സങ്കീർത്തനം വിടുതലിനായുള്ള അടിയന്തരമായ നിലവിളിയാണ്. ഇത് ദാവീദിൻ്റെ ഒരു മനോഹരമായ കൊച്ചു സങ്കീർത്തനമാണ്. ഇതിലെ ഉള്ളടക്കം 40 സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 5 വാക്യങ്ങളിൽ കാണുവാൻ കഴിയും. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു ജ്ഞാപക സങ്കീർത്തനം എന്നാണ് തലക്കെട്ട്. ഓർമ്മയുടെ ഒരു ഗീതമാണിത്. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത്? കാരണം എൻ്റെ ഓർമ്മശക്തി നല്ലതല്ല, അത് വളരെ കുറവാകുന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഞാനും നിങ്ങളും സങ്കീർത്തനങ്ങളിൽ ഈ ഭാഗത്ത് എത്തുമ്പോഴേക്കും 40 സങ്കീർത്തനത്തെക്കുറിച്ച് മുഴുവൻ മറന്നിരിക്കും. അതുകൊണ്ട് വീണ്ടും ഞാൻ അത് ആവർത്തിക്കുകയാണെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഓർമ്മിക്കേണ്ടതായ
ചില കാര്യങ്ങളുണ്ട്. 70-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം, ദൈവമേ എന്നെ വിടുവിപ്പാൻ, യഹോവേ എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ഉടനടി സഹായത്തിനായുള്ളൊരു നിലവിളിയാണിത്. 5-ാം വാക്യം, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, ദൈവമേ എൻ്റെ അടുക്കൽ വേഗം വരണമേ. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു, യഹോവേ താമസിക്കരുതേ. ഈ എളിയവരും ദരിദ്രരുമായ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടുന്നു. ദൈവമാണ് എൻ്റെ സഹായകനും എന്നെ വിടുവിക്കുന്നവനും എന്ന് ഞാൻ അറിയണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതേ സുഹൃത്തെ, ദൈവം എളിയവരുടെയും ദരിദ്രരുടെയും സഹായകനാണ്. ഇന്ന് അവനാണ് നമ്മുടെ സഹായകനായിരിക്കുന്നത്. ഇനി നമുക്ക് 71-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ഇത് വാർദ്ധക്യകാലത്തേക്കുള്ള ഒരു സങ്കീർത്തനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സങ്കീർത്തനക്കാരൻ ആരെന്നിവിടെ പറഞ്ഞിട്ടില്ല, എന്നാൽ ദാവീദ് ആയിരിക്കാനിടയുണ്ട്. ഇതെഴുതുമ്പോൾ വൃദ്ധനായ മനുഷ്യനായിരുന്നിരിക്കണം ദാവീദ് എന്ന് വ്യക്തമത്രേ. 71-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ, യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ച് വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ രക്ഷിക്കണമേ. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും ആകുന്നുവല്ലോ. എൻ്റെ ദൈവമേ, ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നീതികേടും ക്രൂരതയും ഉള്ളവൻ്റെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ. യഹോവയായ കർത്താവേ, നീ എൻ്റെ പ്രത്യാശയാകുന്നു. ബാല്യം മുതൽ നീ എൻ്റെ ആശ്രയം തന്നെ. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു. 6 മുതലുള്ള വാക്യങ്ങൾ, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എൻ്റെ സ്തുതി എപ്പോഴും നിന്നെക്കുറിച്ചാകുന്നു. ഞാൻ പലർക്കും ഒരു അത്ഭുതം ആയിരിക്കുന്നു. നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ് നിൻ്റെ സ്തുതി കൊണ്ടും ഇടവിടാതെ നിൻ്റെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. വാർദ്ധക്യത്തിലെത്തിയ ദാവീദ് ഒരുപക്ഷെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പാടുന്നതായിട്ടുള്ളൊരു ഭാഗമാണ് ഇത്. അങ്ങനെയുള്ളവർക്കൊരു നല്ല സങ്കീർത്തനമാണ്. അങ്ങനെയുള്ളവർക്കിത് മുമ്പലത്തേക്കാൾ അധികം അർത്ഥവത്തായിരിക്കും എന്നതിൽ സംശയമില്ല. ദാവീദ് പറയുകയാണ്, നാം വായിച്ചത് 9-ാം വാക്യം, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുതേ. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേലെ നിന്നെ സ്തുതിക്കും. എൻ്റെ വായ ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യഹോവയായ കർത്താവിൻ്റെ വീര്യപ്രവൃത്തികളോടെ കൂടെ വരും. നിന്റെ നീതിയെ മാത്രം ഞാൻ കീർത്തിക്കും. തുടർന്ന് വാർദ്ധക്യകാലത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന ശ്രദ്ധിക്കുക. 18-ാം വാക്യം, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുതേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നിങ്ങൾ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ മുറിയുടെ ഒരു കോണിൽ പോയി വെറുതെ ഇരിക്കരുത്. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. നിങ്ങളെക്കൊണ്ട് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മരണദിവസം വരെയും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണ് ദൈവം താങ്കളെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്. ജീവിതാന്ത്യം വരെ കർത്താവിന് വേണ്ടി പ്രവർത്തന നിരതരായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നിരാശപ്പെടേണ്ടതില്ല. നാം ശരീരത്തിന് ആവശ്യമായ വ്യായാമം കൊടുക്കണം. അതുപോലെ തന്നെ നാം നമ്മുടെ മനസ്സിന് ആവശ്യമായ വ്യായാമം കൊടുക്കണം. ആത്മീകമായ വ്യായാമം വളരെ അത്യാവശ്യമാണ്. ദൈവവചനം വായിക്കുക, ദൈവവചനം മറ്റുള്ളവരുമായി പങ്കിടുക, നാം മറ്റുള്ളവരുമായി കൂട്ടായ്മ ആചരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മെ കൂടുതൽ പ്രോത്സാഹനത്തോടെ മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിഞ്ഞകാല അനുഭവങ്ങളെ പാഴാക്കി അതിനെ മുരടിച്ച് നശിപ്പിച്ച് കളയുവാനായി നാം അനുവദിക്കരുത്. നാം
ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളെ, അറിവുകളെ മറ്റുള്ളവരുമായി പങ്കുവെക്കേണ്ടതിന്. 18-ാം വാക്യത്തിൽ നാം വായിച്ചത്, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം നീ എന്നെ ഉപേക്ഷിക്കരുതെന്ന്. പലപ്പോഴും പ്രായമായി കഴിയുമ്പോൾ നമുക്ക് നമ്മെക്കുറിച്ച് മാത്രമേ പറയുവാനായിട്ട് കഴിയൂ. ഒരു നല്ല പങ്ക് ആളുകളും സ്വയപ്രശംസയ്ക്കാണ് കൂടുതൽ സമയമെടുക്കാറുള്ളത്. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഭുജത്തെയും ദൈവത്തിൻ്റെ വീര്യപ്രവൃത്തികളെയും മറ്റുള്ളവരോട് അറിയിക്കുവാൻ, അടുത്ത തലമുറയോട് അറിയിക്കുവാൻ നാം സമയമെടുക്കണം. ഓരോ ദിവസവും നാം അത് കുറിച്ചു വെക്കുക. ഇന്ന് ഞാനത് ആരോട് പറഞ്ഞു? ഒരുപക്ഷെ വീട്ടിലുള്ള മറ്റുള്ളവരോട് പറഞ്ഞു കാണും. നാം നമ്മുടെ സഭയിലുള്ള ആളുകളോട് അത് പറയുവാനായിട്ട് സമയമെടുക്കണം. വാർദ്ധക്യത്തിലെത്തുമ്പോൾ നാം നമ്മുടെ വേദനകളും പ്രയാസങ്ങളും അല്ല പറയേണ്ടത്. നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുകയും അവന് സ്തുതി പാടുകയുമാണ് ചെയ്യേണ്ടത്. 22-23 വാക്യങ്ങളിൽ, എൻ്റെ ദൈവമേ, ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തതയും സ്തുതിക്കും. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. മനോഹരമാണല്ലേ? 19-20 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവമേ, നിന്റെ നീതിയും അത്യുന്നതമായിരിക്കുന്നു. മഹാകാര്യങ്ങളെ പ്രവർത്തിച്ചിട്ടുള്ള ദൈവമേ, നിന്നോട് തുല്യൻ ആരുള്ളൂ? ഇതൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതാണ് സങ്കീർത്തനക്കാരൻ. 20-ാം വാക്യത്തിൽ, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചു. എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥന, എത്ര അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ. ഒടുവിലത്തെ വാക്യം, എൻ്റെ നാവും ഇടവിടാതെ നിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കും. എനിക്ക് അനർത്ഥം അന്വേഷിക്കുന്നവർ ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. എൻ്റെ നാവ് ഇടവിടാതെ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് സംസാരിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇത് വാർദ്ധക്യത്തിലെത്തിയവർക്ക് വളരെ പ്രോത്സാഹനവും ധൈര്യവും നൽകുന്ന മനോഹരമായൊരു സങ്കീർത്തനമാണല്ലേ? ഇത് പല പ്രാവശ്യം വായിച്ചു നോക്കുക, എന്തുമാത്രം അർത്ഥം ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. 72-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ, രാജാവും രാജ്യവും വരുന്നു എന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ വിഷയം. ശലോമോൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. എന്നാൽ അവസാന വാക്യത്തിൽ പറയുന്നത് ഇശായി പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ്. ഇത് ദാവീദ് തൻ്റെ മകനായ ശലോമോനു വേണ്ടി എഴുതിയ ഒരു സങ്കീർത്തനമാകുന്നു എന്നത്രേ ഞാൻ കരുതുന്നത്. സങ്കീർത്തനങ്ങളിലെ പുറപ്പാട് ഭാഗം ഈ 72-ാം സങ്കീർത്തനത്തോടെ അവസാനിക്കുന്നു. സമാഗമന കൂടാരം ദൈവമഹത്വം കൊണ്ട് നിറയുന്നതായിട്ടാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ അവസാനത്തിൽ കാണുന്നത്. മശിഹ തന്നെ വന്ന് തൻ്റെ മഹത്വകരമായ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതായി പറയുന്ന ഒരു പ്രവചന സങ്കീർത്തനമാണിത്. അവൻ നീതിമാനായ ദൈവമാകുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. 72-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ നീതിയോടെ ഭരണം നടത്തും. ഈ 72-ാം സങ്കീർത്തനം അവൻ്റെ മഹത്വകരമായ രാജ്യത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഞാൻ ഇനിയും ഇതിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് പോകട്ടെ. 17-ാം വാക്യം, അവൻ്റെ നാമം എന്നേക്കും ഇരിക്കും. അവൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 19-ാം വാക്യത്തിൽ വായിക്കുന്ന, അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൻ്റെ രാജ്യത്തെയും വാഴ്ചയെയും കുറിച്ചുള്ള ദർശനം ദൈവം ദാവീദിന് കൊടുത്തു. അന്ന് ഭൂമി മുഴുവൻ അവൻ്റെ മഹത്വം കൊണ്ട് നിറയും. അതിനുവേണ്ടിയാണ് ദാവീദ് പ്രാർത്ഥിച്ചത്. 20-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇശായി പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. ദാവീദ് എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ അത് യാഥാർത്ഥ്യമായി തീരും. ഇനിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ദാവീദിന് വിഷയമില്ലാത്തതുപോലെ അവനിവിടെ സംസാരിക്കുന്നു.
താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. എഴുപത്തിമൂന്ന് മുതൽ 89 വരെയുള്ള സങ്കീർത്തനങ്ങൾ സങ്കീർത്തന പുസ്തകത്തിലെ ലേവ്യ ഭാഗമാണ്. പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ സങ്കീർത്തന പുസ്തകത്തെ നാം പഞ്ചഗ്രന്ഥങ്ങൾക്കനുസൃതമായി വിഭജിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 41 സങ്കീർത്തനങ്ങളെ ഉൽപ്പത്തി ഭാഗം എന്ന് വിളിക്കുന്നു. 42 മുതൽ 72 വരെയുള്ള സങ്കീർത്തനങ്ങൾ പുറപ്പാട് ഭാഗമാണ്. ഇപ്പോൾ 73 മുതലുള്ള സങ്കീർത്തനങ്ങൾ മൂന്നാമത്തെ ഭാഗമായ ലേവ്യ ഭാഗമാണ്. അവിടെയാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇത് ലേവ്യ പുസ്തകത്തോട് സാമ്യപ്പെട്ട ഭാഗമാണ്. കാരണം ഈ ഭാഗത്ത് തിരുനിവാസമാണ് പ്രധാനമായി കാണുവാൻ കഴിയുന്നത്. ലേവ്യ പുസ്തകം സമാഗമന കൂടാരത്തിനും പിന്നീട് ദേവാലയത്തിനുമുള്ള ആ ആരാധനയുടെ പുസ്തകമാണ്. വേദപുസ്തകത്തിലെ ശ്രേഷ്ഠമായ പുസ്തകങ്ങളിൽ ഒന്നാണിത്. ഇവിടെ സങ്കീർത്തനങ്ങളിലെ ലേവ്യ ഭാഗത്ത് വരുമ്പോൾ നാം തിരുനിവാസത്തിന്, പ്രത്യേകിച്ച് ദേവാലയത്തിൻ്റെ 2 കാര്യങ്ങളെക്കുറിച്ച് ഊന്നൽ നൽകിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. ലേവ്യ പുസ്തകത്തിൽ 2 കാര്യങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. അതായത് ദൈവം വിശുദ്ധനാകുന്നു എന്നും രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ പാപങ്ങൾക്ക് വിമോചനമില്ല എന്നുമുള്ളതാണ് ആ 2 കാര്യങ്ങൾ. വിശുദ്ധി എന്നും യാഗം എന്നുമുള്ള 2 വാക്കുകൾ ഇവിടെ പ്രാധാന്യമർഹിക്കുന്നവയാണ്. സങ്കീർത്തന പുസ്തകത്തിലെ ലേവ്യ ഭാഗത്തും ഈ 2 വാക്കുകൾ അധികമായി നമുക്ക് കാണുവാൻ കഴിയും. 73 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ വളരെ മനോഹരമായ ഏതാനും സങ്കീർത്തനങ്ങൾ ഈ ഭാഗത്ത്, അതായത് 73 മുതലുള്ള സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആസാഫിൻ്റെ ഒരു സങ്കീർത്തനത്തോടു കൂടെയാണ് നാം ആരംഭിക്കുന്നത്. ദാവീദിനെ പോലെ ആസാഫും ഒരു സംഗീതക്കാരനായിരുന്നു. 73 മുതൽ 83 വരെയുള്ള 11 സങ്കീർത്തനങ്ങൾ ആസാഫ് എഴുതിയിട്ടുള്ള സങ്കീർത്തനങ്ങളാണ്. 73 സങ്കീർത്തനം വളരെ അധികം പ്രത്യേകതകളുള്ള ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ദൈവം ഇസ്രായേലിന് നല്ലവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇത് നമ്മുടെ ശ്രദ്ധ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണല്ലേ? ഓരോ ഇസ്രായേലിനും ദൈവം നല്ലവനാകുന്നു എന്നാണോ അതിനർത്ഥം? അല്ല. ദൈവത്തിൻ്റെ നന്മ നിർമ്മല ഹൃദയമുള്ളവർക്കായി പരിമിതിപ്പെടുത്തിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ നിർമ്മല ഹൃദയമുള്ള ഇസ്രായേല്യർ? തങ്ങളുടെ യാഗങ്ങളുമായി കടന്നു വന്നിട്ടുള്ളവർ, ദൈവത്തെ സേവിക്കുന്നതിനും അവനോടുകൂടെ നടക്കുന്നതിനും താല്പര്യമുള്ളവർ തന്നെ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ ദൈവത്തോടുകൂടെ നടക്കുന്നതിനും അവനുമായി കൂട്ടായ്മ അനുഭവിക്കുന്നതിനും താങ്കൾക്ക് താല്പര്യമുണ്ടായിരിക്കും. താങ്കൾക്കൊരു നിർമ്മല ഹൃദയം ആവശ്യമായിരിക്കും. രാത്രിക്ക് ശേഷം പകൽ വരുന്നത് പോലെ ഇതും സ്വാഭാവികമായി വരുന്നതാണ്. ക്രിസ്തുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് അവനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം മുമ്പ് താങ്കൾ ജീവിച്ചതുപോലെ താങ്കൾക്ക് തുടർന്ന് ജീവിക്കുവാൻ കഴിയുകയില്ല. താങ്കൾ വീണ്ടും പഴയ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ താങ്കൾ രക്ഷിക്കപ്പെട്ടവനാകുന്നു എന്ന് താങ്കൾക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. ദൈവം നമ്മെ കഴുകി ശുദ്ധീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ദൈവസാന്നിധ്യത്തിലാണ് നിൽക്കുന്നത്. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് പാപങ്ങളുടെ മോചനമുണ്ട്. ദൈവവചനമാകുന്ന ജലത്താലുള്ള കഴുകൽ നമുക്ക് ലഭിക്കുന്നു. ദൈവവചനം നമ്മെ വിശുദ്ധീകരിക്കുന്നു. പിന്നീട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിരിക്കും നമ്മുടെ താല്പര്യം. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവം ഇസ്രായേലിന് നല്ലവനാകുന്നു എന്ന് പറഞ്ഞ ഈ ആസാഫിന് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആസാഫിൻ്റെ പ്രശ്നം ഒരുപക്ഷെ നിങ്ങളുടെയും പ്രശ്നം ആയിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് പ്രശ്നം. ദൈവം എന്തുകൊണ്ട് ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുവാൻ അനുവദിക്കുന്നു? ദൈവജനം എന്തുകൊണ്ട് കൂടുതൽ കഷ്ടപ്പെടുവാൻ ഇടയാകുന്നു? ദൈവജനം വാസ്തവത്തിൽ കഷ്ടത അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദുഷ്ടന്മാർ അതേസമയം അഭിവൃദ്ധിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താകുന്നു എന്ന് മനസ്സിലാക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്.
ചില കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് നമുക്ക് കഴിയുകയില്ല. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം നമ്മുടെ പക്കലില്ല. എല്ലാറ്റിനും നമുക്ക് ഉത്തരമില്ലെങ്കിലും എല്ലാം ചെയ്യുന്ന ഒരുവനെ നമുക്കറിയാം. അവനോട് കൂടെ വിശ്വാസത്തിൽ നടക്കുവാനാണ് അവൻ നമ്മോട് പറയുന്നത്. അവൻ നമ്മെ ചിലപ്പോൾ അന്ധകാരത്തിലിട്ടിട്ട് പരിശോധിക്കും. അപ്പോൾ നമുക്ക് കൈനീട്ടി അവൻ്റെ കരത്തിൽ പിടിക്കുവാൻ സാധിക്കും. നമുക്കവനെ വിശ്വസിക്കുവാൻ കഴിയുമെന്ന് ദൈവം തൻ്റെ വചനത്തിൽ കൂടി നമ്മോട് പറയുന്നു. ഒരിക്കൽ ജീവിതത്തിൻ്റെ വഴികളെക്കുറിച്ച് അവൻ നമുക്ക് വിശദീകരിച്ചു തരും. ആസാഫിന് അതുപോലുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. ദൈവം ഇസ്രായേലിന് നല്ലവനാകുന്നു എന്ന് ആസാഫ് പറഞ്ഞു കഴിഞ്ഞു. താൻ കൂടി ഉൾപ്പെടുന്ന വിശ്വസ്ത ശേഷിപ്പിന് ദൈവം നല്ലവനാണ് എന്ന് ആസാഫ് പറയുന്നു. എന്നാൽ ഒരു പ്രശ്നം ആസാഫിനെ ഇപ്പോൾ ചിന്താക്കുഴപ്പത്തിലാക്കി. 2-3 വാക്യങ്ങളിൽ, എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. ഇതാണ് അവൻ്റെ പ്രശ്നം. ഞാൻ എൻ്റെ ദേശത്ത് ചുറ്റിലും ഒന്ന് നോക്കി. എനിക്ക് കാണുവാൻ കഴിഞ്ഞത് ദുഷ്ടന്മാരെയാണ്. അവർ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ദൈവഭക്തന്മാരായവർ അഭിവൃദ്ധി പ്രാപിക്കുന്നതായി കാണുന്നില്ല. 4-ാം വാക്യത്തിൽ, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർക്ക് വേദന ഒട്ടുമില്ല, അവരുടെ ശരീരം കൊഴുത്തിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. 5-6 വാക്യങ്ങൾ, അവർ മർത്യരെ പോലെ കഷ്ടത്തിലാകുന്നില്ല, മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു, ബലാത്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവർ അഹങ്കാരികളും സ്വയപ്രശംസക്കാരുമായി തീർന്നിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ് 7-ാം വാക്യത്തിൽ, അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അതെ, ഈ മനുഷ്യർക്ക് സകലതുമുണ്ട്. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവർ കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നു. രാത്രിയിൽ അവർ ഉറങ്ങാറില്ല. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു, ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ പാവപ്പെട്ടവനെ ചവിട്ടി മെതിക്കുന്നു. അവർ നിയമം കയ്യിലെടുക്കുന്നു. അത് അനുസരിക്കുകയല്ല, അത് ലംഘിക്കുകയാണ്. ചുറ്റുപാടും ഈ വിധമായ കാഴ്ച കാണുവാൻ നമുക്കും സാധിക്കുമില്ലേ? അത് താങ്കളെ വെറുപ്പുള്ള ഒരു വ്യക്തിയാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. ആ വിശദീകരണം നമുക്ക് താഴോട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ അനുഭവം സങ്കീർത്തനക്കാരൻ പറയുകയാകുന്നു. 13-ാം വാക്യം, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉഷസ് തോറും ദണ്ഡിക്കപ്പെട്ടു വരുന്നു. ഞാൻ ഇങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. നോക്കണേ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ശ്രമിച്ചു, എന്നാൽ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന് തോന്നുന്നു എന്നത്രേ ആസാഫ് ചിന്തിച്ചത്. ഈ പ്രശ്നം ആസാഫിനെ ദുഃഖിതനാക്കി തീർത്തു. അവന് രാത്രി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ദുഷ്ടന്മാർ അഭിവൃദ്ധി പ്രാപിക്കുന്നത്? ഞാൻ എങ്ങനെ നല്ലതായി ജീവിക്കുവാൻ മറ്റുള്ളവരെ ഉപദേശിക്കും? ഇതായിരുന്നു ആസാഫിൻ്റെ പ്രശ്നം. ഇനിയും അതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നു. 17-ാം വാക്യം, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു, അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. ആസാഫ് ദേവാലയത്തിൽ ചെന്നപ്പോൾ ദുഷ്ടന്മാരുടെ അന്തം എന്തായിരിക്കുമെന്ന് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദുഷ്ടന്മാർക്ക് വേണ്ടി കരുതിയിരിക്കുന്ന അന്ത്യത്തെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട് ആസാഫിന് ലഭിച്ചു. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശദീകരിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു ധനവാന്റെയും ലാസറിൻ്റെയും ഉപമ പറയുവാൻ കാരണം ഇതാണ്. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ധനവാന്മാരെ ന്യായം വിധിക്കുന്ന ദിവസം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ശവസംസ്കാര ദിവസത്തിൽ പ്രസംഗകൻ അവനെ സ്വർഗത്തിൽ തള്ളിക്കയറ്റിയെങ്കിലും ആ ധനവാൻ യാതനയുടെ സ്ഥലത്താണ് ചെന്നെത്തിയത്. ശവസംസ്കാര വേളയിൽ അവനെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു. അവൻ്റെ ഔദാര്യ മനസ്സിനെ അവർ പുകഴ്ത്തി. എന്നാൽ അവൻ്റെ അന്ത്യം യാതനയുടെ സ്ഥലത്തായിരുന്നു. പാവപ്പെട്ടവനായ ലാസറിന് ശവസംസ്കാര ശുശ്രൂഷ പോലും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മൃതശരീരം ചപ്പുചവറുകളുടെ ഇടയിൽ എറിയപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതന്മാർ അവനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അവർ അവനെ അബ്രഹാമിൻ്റെ മടിയിൽ കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് നാം ഇവിടെ വായിക്കുന്നത് 23-ാം വാക്യത്തിൽ, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. അതാണ് സങ്കീർത്തനക്കാരൻ്റെ ഉറപ്പ്. അവൻ നിന്റെ കൈക്ക് പിടിക്കും എന്ന് ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ. അവൻ നമ്മുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എന്നിട്ട് അവൻ എന്നോടുകൂടെ നടക്കുക എന്ന് നമ്മോട് പറയുന്നു.
ഈ പാഠമാണ് സങ്കീർത്തനക്കാരനായ ആസാഫ് പഠിച്ചത്. 24 വാക്യത്തിൽ നോക്കിക്കേ, അവിടെ വായിക്കുന്നത്, നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. എത്ര മനോഹരമായ ഒരു പദവിയാണ് ഒരു ദൈവപൈതലിനുള്ളത് എന്ന് ആസാഫ് കണ്ടു പഠിച്ചു. ഇന്ന് ഞാൻ അവനോട് കൂടെയാണ്. ഫിലിപ്പ് ലേഖനം 1 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. അതേ സുഹൃത്തെ, അവൻ എന്തു ചെയ്യും? അവൻ താൻ ചെയ്തതായ വാഗ്ദത്വം അതുപോലെ നിറവേറ്റും. അതിനേക്കാളും വലിയ ഒരു ഉറപ്പ് വേറെ എന്താണ് നമുക്ക് ലഭിക്കുവാനുള്ളത്? കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന്. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കുമെന്ന്. ഇതിൽ കൂടുതലായി നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് അവനിൽ പൂർണ്ണമായി ആശ്രയിക്കാം. അവനോടുകൂടെ നമുക്ക് മുൻപോട്ട് പോകാം. അതാണ് 28 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് എന്ന് മറക്കരുത്. ആസഫ് തൻ്റെ ജീവിതത്തിൽ ആകെ പതറിയിരുന്നതാണ്. എന്നാൽ അവൻ കണ്ടുപിടിച്ച ഒരു വലിയ കണ്ടുപിടുത്തമായിരുന്നു ഈ പതർച്ചയുടെ കാരണം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നതാകുന്നു. അതുകൊണ്ട് 73 സങ്കീർത്തനത്തിൽ അവൻ പറയുകയാണ്, എൻ്റെ സംശയങ്ങളും എൻ്റെ ഭാരങ്ങളും എന്നെ മുഷിപ്പിക്കുന്നതായ സകല കാര്യങ്ങളും ഞാൻ ദൈവത്തിൽ നിന്നും അകന്നിരുന്നത് കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നതാണ് എനിക്കെപ്പോഴും നല്ലത്. ഇന്ന് ഈ സങ്കീർത്തനങ്ങൾ പഠിക്കുവാൻ സാധിച്ചത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കുള്ള എല്ലാ സാഹചര്യങ്ങളെയും ദൈവഹിതപ്രകാരം മുൻപോട്ട് നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് പ്രാപ്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.